ഹലോ, അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഓലൻ്റെ റെസിപ്പി ആവട്ടെ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓലൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 100 ഗ്രാം ക്ലീൻ ചെയ്തിട്ട് അരിഞ്ഞിട്ടുള്ള 100 ഗ്രാം കുമ്പളങ്ങി എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഒരു കപ്പ് പുഴുങ്ങിയ, അതായത് വേവിച്ച വൻപയറാണ് എടുത്തേക്കുന്നത്. വേവിച്ചിട്ടാണ് കേട്ടോ 1 കപ്പ് എന്ന് പറഞ്ഞത്. പിന്നെ 1-ാം പാൽ എടുത്തിട്ടുണ്ട്, 2-ാം പാൽ എടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത്. പിന്നെ ഉപ്പും കൂടി വേണം കേട്ടോ. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ കുമ്പളങ്ങയും പിന്നെ 2 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില ഇത്രയും കൂടി ചേർത്തിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് വേവിക്കാൻ വെക്കണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പയർ നമ്മൾ ഒരു ഹാഫ് ബോയിൽ ചെയ്തിട്ടുള്ളൂ, കാരണം ഈ കുമ്പളങ്ങയുടെ കൂടെ കിടന്നിട്ട് ഒന്നും കൂടി വേകുമല്ലോ. പിന്നെ ഇതിലേക്ക് നമ്മൾ 2-ാം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. 2-ാം പാൽ തേങ്ങാപ്പാലിൻ്റെ ആദ്യം എടുക്കുന്ന പാലാണ് 1-ാം പാൽ. അത് കഴിഞ്ഞ് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് എടുക്കുന്ന പാലാട്ടോ 2-ാം പാലെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. തേങ്ങാപ്പാലിൽ കിടന്ന് ഈ കുമ്പളങ്ങയും പയറും കൂടി ഒന്നും കൂടി വെന്ത് കിട്ടണേ. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടാണ് കേട്ടോ അത് വേവിക്കാൻ വെക്കേണ്ടത്. നമ്മൾ പയറിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് നല്ലോണം വെന്ത് ഈ ഒരു പരുവെത്തി കഴിയുമ്പോഴേക്കും നമ്മുടെ കുമ്പളങ്ങയൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് 1-ാം പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റൊരു 15 to 20 മിനിറ്റ്സ്. നമുക്ക് കുമ്പളങ്ങയും പയറൊക്കെ വേകുന്ന ഒരു ടൈം മാത്രം മതിയോ കേട്ടോ. കുക്കറിലാണെങ്കിൽ ഒന്നും കൂടി വേഗമാവും. നമ്മൾ ഈ ഒരു ചാറിൽ തന്നെ ഇറക്കുക, ഇത്രയും ലൂസായിട്ട് തന്നെ ഇറക്കുക. കാരണം ഇതൊന്നും ഒരു മണിക്കൂർ ഇരുന്ന് കഴിയുമ്പോഴേക്കും ഒന്നും കൂടി തിക്കാവും. അപ്പോൾ നമുക്ക് വിളമ്പാനുള്ള ഒരു പാകം അപ്പോൾ കിട്ടും കേട്ടോ. പിന്നെ ലാസ്റ്റിലേക്ക് 1 ടേബിൾ സ്പൂൺ നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് എന്തായാലും നിർബന്ധമായിട്ട് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ സെർവ് ചെയ്യുന്ന പോട്ടിലേക്ക് ആക്കിയിട്ട് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓലൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊരുപാട് സ്പൈസി ആയിട്ടുള്ളൊരു കറിയൊന്നുമല്ല, മൈൽഡായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ഒരു കറിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. സദ്യയിൽ വെളുത്ത കറി 2 ഉണ്ടാവുക, ഒന്ന് സ്റ്റൂവും പിന്നെ ഓലനും ആട്ടോ. അപ്പോൾ ഓലൻ നമ്മൾ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.